ഇപ്പോൾ സ്വർണം വാങ്ങാനായിട്ട് പറ്റിയൊരു സമയമാണ്. നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ കുറവ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ കൂടിയ വില ഇന്നലെ വൈകുന്നേരം ഇന്നുമായിട്ട് ഏകദേശം അതിനോടടുത്തൊരു തുക മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് കുറഞ്ഞിരിക്കുന്ന ഗ്രാമിന് 460 രൂപയും ഇന്നലെ 100 രൂപ അടുത്താണ് ഗ്രാമിന് കുറഞ്ഞത്. അപ്പോ ഈ ഒരു മാറ്റത്തെ ഒരു ശുഭസൂചനയായി വേണമെങ്കിൽ കാണാം. ഇപ്പോ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോ വാങ്ങാവുന്നതാണ്. പക്ഷെ വീണ്ടും വില ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വില മുകളിലേക്ക് തന്നെ പോകും. ഇന്നൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിലക്കുറവ് പരമാവധി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അല്ല, നിലവിലെ ഈ സാഹചര്യത്തിൽ ചെറിയ മാറ്റം പോലും വലിയ ഒരു മുന്നേറ്റത്തിനുള്ള വഴിയായിട്ട് തന്നെയാണ് പ്രമുഖ ബാങ്കുകളൊക്കെ പറയുന്നത്. സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന നിരീക്ഷണം തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത്. വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് പറയുന്നത്. കാരണം സ്വർണ്ണവില ഔൺസിന് $6000 വരെ ഉയരുമെന്ന പ്രവചനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പല വിദഗ്ധരും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചികകൾ കണക്കാക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്നത്. സ്വർണ്ണവില ഉറപ്പായിട്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ പോകും. അതിന് ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന കുറവ് ഒരു താൽക്കാലിക കുറവാണ്. ഈ കുറവ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു കുറവിനെ മുതലെടുത്ത് സ്വർണ്ണാഭരണം വാങ്ങാനായിട്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തണം. ആ ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം വീണ്ടും ഉറപ്പായിട്ടും ഈ ഉടനെ തന്നെ വില വലിയ തോതിൽ ഉയർന്ന് മുകളിലേക്ക് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രീ ബുക്കിംഗ് സംവിധാനം തന്നെയായിരിക്കും ഏറ്റവും ഉപകാരപ്രദമാവുക അല്ലേ? പ്രീ ബുക്കിങ്ങിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. പ്രീ ബുക്കിംഗ് ഇപ്പൊ പല ജ്വല്ലറികളും അത് എടുക്കുന്നില്ല. കാര്യം ജ്വല്ലറിക്കാരുടെ കുറ്റമല്ല. പ്രീ ബുക്കിംഗ് എടുത്താൽ വില വലിയ തോതിൽ കൂടുമ്പോൾ അത് സാധാരണ ഒരു ജ്വല്ലറിക്കാരനെ സംബന്ധിച്ച് അതിന് വലിയൊരു ബാധ്യതയായി മാറും. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജ്വല്ലറികളൊക്കെ ഇപ്പോൾ പ്രീ ബുക്കിംഗ് താൽക്കാലികത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. വില ഒരു സ്റ്റേബിൾ ആയെങ്കിൽ മാത്രമേ പ്രീ ബുക്കിംഗ് വീണ്ടും ചെറുകിട ജ്വല്ലറിക്കാർ പുനരാരംഭിച്ചു. വലിയ വൻകിടക്കാരുടെ ജ്വല്ലറിക്കാർ ഇപ്പോഴും പ്രീ ബുക്കിംഗ് നടത്തുന്നുണ്ട്. തീർച്ചയായും ഈ വലിയ ഏറ്റക്കുറച്ചിലുകൾ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. ഓരോ ദിവസം 2-3 തവണ ട്രെൻഡ് മാറുന്നുണ്ട്. ഈ ട്രെൻഡ് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? കാരണം ഒരു ചിട്ടയായ രീതിയിലുള്ള മാറ്റമല്ലല്ലോ. ഒരു ദിവസം തന്നെ 1, 2, 3, 4 തവണയൊക്കെ മാറി റെക്കോർഡുകൾ തിരുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അത് വ്യാപാരത്തെ ബാധിക്കുന്നത്? ട്രെൻഡ് വ്യാപാരത്തെയും വലിയ തോതിൽ ദോഷകരമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ഇങ്ങനെ ഡെയിലി 2-3 തവണ സ്വർണ്ണ വില മാറുമ്പോൾ വ്യാപാരികളെ സംബന്ധിച്ച് അവർക്ക് സ്വർണം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒക്കെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സ്വർണം വാങ്ങുന്ന സ്വർണം തിരിച്ച് അവർക്ക് മറിച്ച് വിൽക്കണമെന്ന് വിചാരിച്ചാൽ പോലും സ്ഥിരമായി വാങ്ങുന്ന ആളുകൾ വൻകിടക്കാരായിട്ടുള്ള വ്യാപാരികൾ അത് വാങ്ങുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് ഈ ആകെപ്പാടെ കച്ചവടത്തിലുള്ള ഈ പ്രതിസന്ധി, സ്വർണ്ണവിലയിലുള്ള വ്യതിയാനങ്ങൾ, ഇതൊക്കെ സ്വർണ്ണ വ്യാപാരികളെ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ വ്യാപാരം വളരെ കുറവാണ്. അതിന്റെ കൂടെ ഇങ്ങനെ ഇതൊരു ഇരുട്ടടി പോലെ ഇങ്ങനെ വിലയുണ്ടാകുന്ന വലിയ ഫ്ലക്ച്വേഷൻസ് ഇടയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വ്യാപാരികൾ പാടുപെടുകയാണ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ബാധ്യത അവർക്ക് ഉണ്ടാകുന്നില്ല. വില കൂടുമ്പോൾ കൂടുന്ന വില കുറയുന്നതൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. സ്വർണ്ണ കടക്കാരെന്താണ് അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും. പക്ഷെ ഈ സ്വർണ്ണ കടകളിൽ വാങ്ങി വെക്കുന്ന സ്വർണത്തിനൊക്കെ വലിയ പ്രതിസന്ധിയാണ് തിരിച്ച് കൊടുക്കാൻ. ഇന്നലെ വാങ്ങിയ തന്നെ സ്വർണം ഇന്നൊറ്റ ദിവസം കൊണ്ട് വലിയ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇന്നലെ അത് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് അത് വിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും വലിയൊരു വ്യതിയാനത്തിലാണ് കൊടുക്കാൻ സാധിക്കുക. അതൊക്കെ വലിയൊരു നഷ്ടത്തിലേക്ക് സ്വർണ്ണ വ്യാപാരികളെ കൊണ്ട് എത്തിക്കുന്നുമുണ്ട്. ഒരു പവൻ ആഭരണം വാങ്ങാൻ ചുരുങ്ങിയത് 1,28,581 രൂപയ്ക്ക് മുകളിൽ വരും. അത് ഡിസൈൻ അനുസരിച്ച് മാറ്റവും വരും. ഇന്ന് വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ഡിസൈനൊക്കെ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ വലിയൊരു വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിട്ടില്ലേ? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ ഡിസൈനുകൾ കാര്യങ്ങളോ ചോദിക്കുന്നില്ല. അവർക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ആഭരണങ്ങൾ മാത്രം മതി എന്നുള്ള തരത്തിലേക്കാണ് ആളുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വലിയ എബോ ആവറേജിലുള്ള വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ അവർ എത്തുമ്പോൾ ഇതുപോലെ വലിയ വലിയ ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഈ പണിക്കൂലിയൊക്കെ അവരെ ബാധിക്കുമെങ്കിലും വൻകിടക്കാരെ സംബന്ധിച്ച് അവരിതൊന്നും ചിന്തിക്കില്ല. അവർക്ക് അവരുടെ ഉദ്ദേശിക്കുന്ന ഡിസൈനുകൾ കിട്ടുക എന്നുള്ള കാര്യം മാത്രമേ അവരുടെ ചിന്തയിലുള്ളൂ എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.